ഹായ്. ഇന്ദുലക്ഷ്മി കഥയും സംവിധാനം ചെയ്ത് അപ്പുറം എന്ന സിനിമയെ കുറിച്ചാണ് ഇന്ന് ഞാൻ പറയാൻ പോകുന്നത്. ഈ സിനിമയിൽ ജഗദീഷ്, മിനി ഐ ജി, അതുപോലെ പ്രദീപ് കുമാർ, അനഘ രവി തുടങ്ങിയവരാണ് മുഖ്യ കഥാപാത്രമായിട്ട് അഭിനയിച്ചിട്ടുള്ളത്. ഈ സിനിമ ഒരു വളരെ ചെറിയൊരു സിനിമയാണ്. 1 മണിക്കൂറും 10 മിനിറ്റാണ്ടുള്ളൂ ഈ സിനിമയുടെ ഒരു ദൈർഘ്യം എന്ന് പറയുന്നത്. പക്ഷെ ആ ഒരു സമയം കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തരുന്നുണ്ട്. അതായത് ഇതിന്റെ ഒരു കഥ പറയുന്നത് എങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ഒരു ഫാമിലി, അതായത് ജഗദീഷിന്റെ വൈഫ്, മകൾ, അങ്ങനെ ഒരു ഫാമിലി. അപ്പോ ജഗദീഷിന്റെ ഭാര്യ ആയിട്ട് അഭിനയിക്കുന്ന ആ ഒരു കഥാപാത്രത്തിന് സൂയിസൈഡ് ചെയ്യാനുള്ള ഒരു പ്രവണതയാണ് ഫുൾ ടൈം. അതായത് എങ്ങനെയെങ്കിലും മരിക്കണം മരിക്കണം മരിക്കണം, അതിനുവേണ്ടി ഒരുപാട് വട്ടം ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. വിഷം കുടിക്കുന്നുണ്ട്, അതേപോലെ മണ്ണെണ്ണ ഒഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കുറേ കാര്യങ്ങൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. പക്ഷെ പലയിടത്തുനിന്നും ഇതേപോലെ ജഗദീഷിന്റെ മകളായിട്ട് അഭിനയിച്ച പെങ്കൊച്ചും കൂടിയിട്ട് രക്ഷപ്പെടുത്തുന്നുണ്ട്. അപ്പോ എന്താണ് ഇതിന്റെ ഒരു ട്രോമ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജഗദീഷിന്റെ വൈഫായിട്ട് അഭിനയിച്ചിട്ടുള്ള ആ ഒരു കഥാപാത്രത്തിന് പഠിക്കാനുള്ള ആഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടതിന്റെയും, പിന്നെ ഒരിക്കലും നല്ലൊരു അമ്മയാവാൻ പറ്റാത്തതിന്റെ ഒരു വിഷമം, അങ്ങനെ ഒരുപാട് കുറെ ട്രോമകൾ ആളുടെ മനസ്സിൽ നടന്നു പോകുന്നുണ്ട്. അതിന്റെ ചെറിയൊരു, എന്താ പറയാ, ചെറിയ എന്തോ ഒരു പ്രശ്നമാണ് ആൾക്ക്. ഈ ഒരു ജന്മം കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ജന്മത്തിൽ നല്ല രീതിയിൽ വീണ്ടും തുടങ്ങാം, അല്ലെങ്കിൽ ഈ ജന്മത്തിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല, അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസവും, പിന്നെ അതുപോലെ തന്നെ ഒരു പേടിയും എല്ലാം മിക്സ് ആയിട്ടുള്ള ഒരു അനുഭവമാണ് നമ്മുടെ ജഗദീഷിന്റെ ഭാര്യയായിട്ട് അഭിനയിച്ച ആ ഒരു കഥാപാത്രം ചെയ്യുന്നത്. അതുപോലെ തന്നെ ആ ഒരു അമ്മയെ വളരെയധികം സ്നേഹിക്കുന്ന ഒരു കഥാപാത്രമാണ് നമ്മുടെ ജഗദീഷിന്റെ മകളെ അഭിനയിച്ചിട്ടുള്ള ആ ഒരു കഥാപാത്രം. അങ്ങനെ ഒടുവിൽ എന്താ പറയാ, ഇവരുടെ എല്ലാവരുടെയും കണ്ണു വെട്ടിച്ചിട്ട് നമ്മുടെ ജഗദീഷിന്റെ വൈഫ് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. ഒരു വിഷം എന്തോ കുടിച്ച് ആത്മഹത്യ ചെയ്യുന്നുണ്ട്. അവിടെ ആ ഒരു സംഭവം തീർന്നു എന്നാണ് നമ്മൾ വിചാരിച്ചത്. അതായത് ആ ഒരു സൂയിസൈഡ് ചെയ്യേണ്ട ആ ഒരു സംഭവം ഫിനിഷായി എന്നാണ് ഫസ്റ്റ് ടൈമിൽ കണ്ടപ്പോൾ നമുക്ക് തോന്നിയത്. അത് കഴിഞ്ഞിട്ട് ഈ ഈ മരിച്ച ഒരു കഥാപാത്രത്തിന്റെ അവരുടെ ഒരു സ്ഥലവും അവരുടെ ഒരു ആചാരങ്ങൾ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പഴയ കാലത്തെ ആചാരമാണ്. അതായത് ഈ മരണപ്പെട്ട് കഴിഞ്ഞാൽ കർമ്മങ്ങൾ ചെയ്യുന്ന പരിപാടിയും, അതുപോലെ എന്തെങ്കിലും ദോഷങ്ങള്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും പ്രശ്നങ്ങൾ പ്രേതമായിട്ട് വരും എന്നൊക്കെ പറയുന്ന കുറെ പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. ഇതെല്ലാം ഒരൊറ്റ മണിക്കൂറിനുള്ളിൽ എടുത്ത് കാണിക്കുന്നുണ്ട്. അതായത് ഈ മരിച്ച ആ ഒരു കഥാപാത്രത്തിനെ അടക്കം ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ സ്വന്തം വീട്ടിലോട്ടാണ് പോകുന്നത്. അതായത് ജഗദീഷിന്റെ വൈഫിന്റെ വീട്ടിലോട്ടാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ അവിടെ ചെന്ന സമയത്ത് ഈ ജഗദീഷിന്റെ മകൾക്ക് പീരിയഡ്സ് ആവുന്നുണ്ട്. അപ്പൊ ആ ഒരു പീരിയഡ്സ് ആയത് അടക്കം ആ ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു സംഭവമാണ്. അതിന് വലിയ പൂജകളും കർമ്മങ്ങളും ഒക്കെ ചെയ്യണം. ഇല്ലെങ്കിൽ ഈ മരിച്ച ഒരു വ്യക്തിയുടെ ആത്മാവ് ഭയങ്കരമായിട്ട് നമ്മളെ എതിർക്കും. പിന്നെ ഒരുപാട് എന്താ പറയാ, അപകടങ്ങൾ ഉണ്ടാവും, അല്ലെങ്കിൽ അതുപോലുള്ള സാഹചര്യത്തിലുള്ള ആൾക്കാർ മരണപ്പെടും എന്നുള്ള രീതിയിലൊക്കെ എടുത്ത് കാണിക്കുന്നുണ്ട്. അതിനു വേണ്ടിയിട്ട് ഈ മരണപ്പെട്ട ആ ഒരു കഥാപാത്രത്തെ നമ്മുടെ ജഗദീഷിന്റെ മകൾ, അതായത് മകൾക്ക് കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആക്കി കൊടുക്കുന്നുണ്ട്. അതായത് സ്വന്തം മകൾക്ക് പോലും അമ്മയെ കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷൻ ഒക്കെ അവിടെ ഉണ്ടാക്കുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഓരോ കാര്യങ്ങൾ, അതായത് പഴയ ഒരു ആചാരങ്ങൾ ഇപ്പോഴും നിലനിൽക്കുന്ന രീതിയിലാണ് അത് ചെയ്യുന്നത്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ആ ഒരു പെങ്കൊച്ച് ഈ ഒരു, അതായത് ഈ ഈ അമ്മ കഥാപാത്രം പറയുന്നുണ്ടായിരുന്നു ഈ പെങ്കുച്ചിനോട്, ഞാൻ മരിച്ചു കഴിഞ്ഞാല് എൻ്റെ ചിതാഭസ്മം ഹിമാലയത്തിൽ കൊണ്ടുകൊടുക്കണം എന്നുള്ളതാണ് ആ ഒരു കഥാപാത്രത്തിന്റെ ആഗ്രഹം ഉണ്ടായിരുന്നത്. അത് അതുപോലെ ചെയ്യണം എന്ന് പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഈ പൂജയും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അവിടെ തന്നെ അടക്കാം എന്നുള്ള രീതിയിലാണ് അവരുടെ വീട്ടുകാർ ചെയ്യുന്നുണ്ടായിരുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് അമ്മയുടെ ആഗ്രഹം നടക്കുമോ ഇല്ല എന്നുള്ളത്, ഒരു ഭാഗത്ത് എനിക്ക് അമ്മയെ കാണാൻ പറ്റാത്തതിന്റെ സങ്കടം എല്ലാം കൂടിയിട്ട് നിൽക്കുന്നു. പിന്നെ അതിന്റെ കൂടെ തന്നെ ഈ പീരിയഡ്സ് ആയ ഒരു സംഭവം കൂടിയും ഈ ഒരു സിറ്റുവേഷനിൽ പോകുന്നുണ്ട്. അങ്ങനെ രണ്ടും കൽപ്പിച്ച് ഈ പെങ്കൊച്ചി ഈ പൂജ നടക്കുന്ന ഭാഗത്തോട്ട് വരുന്നു. പിന്നെ അവിടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും തള്ളും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ആ ഒരു അമ്മയുടെ ആ ചിതാഭസ്മവുമായിട്ട് അവിടുന്ന് അച്ഛന്റെ കൂടെ തിരിച്ചു വരികയാണ്. അതായത് ഒരുപാട് പഴയ തലമുറകളിലുള്ള ആചാരങ്ങൾ, വേണ്ടാത്തതിനും വേണ്ടതിനും എല്ലാം കൂടിയിട്ടുള്ള ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ഒന്നാണ്ട് ഒഴിവാക്കി ഇന്നത്തെ കാലത്ത് ആവശ്യത്തിന് വിശ്വാസപരമായിട്ടുള്ള ചിന്തയിലെ കാര്യങ്ങൾ ചെയ്യുക, അല്ലാത്തതെല്ലാം ബാക്കിയുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ള രീതിയിൽ നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ചെറിയൊരു സിനിമ, വളരെ ഷോർട്ട് ആയിട്ടുള്ള ഒരു സിനിമയാണ്. പക്ഷെ ഇത് എല്ലാവരും കാണുമ്പോൾ ചിലപ്പോൾ നമുക്ക് ഇതെന്താണ് ഭയങ്കര സ്ലോ ആണല്ലോ വിചാരിക്കും. പക്ഷെ ഈ പടം കണ്ടിരുന്നു കഴിഞ്ഞാൽ നല്ല രസമാണ്. നമ്മൾ പറഞ്ഞു 2 മണിക്കൂർ 3 മണിക്കൂർ നമ്മൾ എന്തോരം
വേറെ കുറേ സിനിമകളൊക്കെ കാണുന്നു, ഒരു അന്തം മുതലാത്തൊരു പടങ്ങൾ. അപ്പൊ ഇതുപോലുള്ള ചില ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് രസമായിട്ട് എടുക്കാൻ പറ്റും. ഞാനും ഈ സിനിമ ഫസ്റ്റ് കണ്ടപ്പോൾ ഒരു ഷോട്ടിൽ ചിലപ്പോൾ നമുക്ക് എന്താ പറയാ ഡയലോഗ്സ് ഒന്നും ഉണ്ടാവില്ല, പക്ഷെ ഒരു 4 സെക്കൻഡ് 5 സെക്കൻഡ് അത് അങ്ങനെ തന്നെ ഇങ്ങനെ നിർത്തി പോകുന്നുണ്ട്. അങ്ങനെ നിർത്തിയിട്ടടക്കം 1 മണിക്കൂർ 10 മിനിറ്റാണ്ടുള്ളൂ ഈ സിനിമ. കാണുമ്പോൾ നല്ല രസമുണ്ട്, കണ്ടിരിക്കാനും കുഴപ്പമില്ലാത്ത ഒരു നല്ല ഒരു കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു നല്ലൊരു സിനിമയാണ് അപ്പുറം എന്ന് പറയുന്ന ഈ ഒരു സിനിമ. അപ്പൊ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ലോ ആയിട്ടുള്ള ഒരു സിനിമ കാണാൻ അല്ലെങ്കിൽ കാണുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്തായാലും ആ സിനിമ കണ്ടോളൂ. കണ്ടോരുണ്ടെങ്കിൽ എന്തായാലും ആ സിനിമയുടെ അഭിപ്രായം എനിക്ക് കമന്റ് ആയിട്ട് അറിയിക്കണം. കാണാത്തവർക്ക് ഞാൻ പറഞ്ഞല്ലോ, അങ്ങനത്തെ പടങ്ങൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ നിങ്ങൾ അത് കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. അപ്പൊ നമുക്ക് അടുത്ത സിനിമയുടെ വിശേഷമായിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ.